ഗേൾസ്, അങ്ങനെ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നല്ല 8ന്റെ പണി തന്നെയാണ് അല്ലേ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ടെക്സ്റ്റ് ബുക്ക് മാറുന്നു, മറ്റേ ഭാഗത്ത് കൂട്ടത്തോൽവിയും. ഈ കൂട്ടത്തോൽവിയെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച സമയത്ത് നമ്മളുടെ പ്രശ്നക്കാരനായിട്ട് വരുന്നത് മാത്സ് ആണ് കേട്ടോ. മാത്സ് ആണ് കൂടുതൽ കുട്ടികൾക്കും പ്രശ്നക്കാരനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു മാത്സിനെ നമ്മൾ നേരിടുക? എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്, പക്ഷെ മടിയുള്ള ഒരു കാര്യമാണ് അല്ലെ. എന്താണ്? നമ്മൾ മാത്സ് ബേസിക് മുതൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്സ് ഈസി ആയിരിക്കും. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഒരുപാട് ലൈവുകളിൽ പറഞ്ഞു തന്നെയാണ് മാത്സ് ബേസിക് മുതൽ പഠിക്കണം, മാത്സ് ബേസിക് മുതൽ പഠിക്കണം എന്നുള്ളത്. പക്ഷെ നിങ്ങളൊരു സംശയവും ഉണ്ടാവും, ഈ മാത്സ് ബേസിക്സ് എന്ന് പറയുമ്പം ഞാൻ ഏതൊക്കെ പഠിക്കണം എന്നുള്ളത് അല്ലെ. മാത്സ് ബേസിക് എന്ന് പറയുന്നത് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് അല്ലെ. കുറേ കാര്യങ്ങളുണ്ട്, കൂട്ടലും കുറയ്ക്കലും മുതൽ ഇന്റഗ്രേഷൻ വരെ മാത്സിന്റെ ബേസിക്സ് തന്നെയാണ്. പക്ഷെ നിങ്ങൾ 8ാം ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് ഈ ബേസിക്സിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നിങ്ങൾ മാത്സ് പഠിക്കുന്നതിന് മുന്നേ, നിങ്ങളുടെ മാത്സ് ടെക്സ്റ്റ് ബുക്ക് നിങ്ങളെ കയ്യിൽ കിട്ടുന്നതിന് മുന്നേ നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ അറിഞ്ഞിരുന്നാലാണ് നിങ്ങൾക്ക് മാത്സ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ് മിസ് പറഞ്ഞിരുന്നത് കേട്ടോ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ സ്ക്വയേഴ്സ് ആണ്. എടാ നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ 8ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ വരുന്നത് വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ സ്ക്വയേഴ്സ് ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ അറിയണമെങ്കിൽ മക്കൾക്ക് പഠിക്കണമെങ്കിൽ മക്കൾക്ക് അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ ആണ് കേട്ടോ. നിങ്ങൾ എന്തായാലും അറിയുന്നവരായിരിക്കും, അറിയാത്തവരാണെങ്കിൽ ഇത് എന്തായാലും പഠിച്ചു വെക്കുക. 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. അതുപോലെ 0 അവസാനം വരുന്ന നമ്പറിന്റെ സ്ക്വയറും നിങ്ങൾക്ക് അറിയാലോ. ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് 20ന്റെ സ്ക്വയർ എനിക്ക് കാണണം, 20ന്റെ സ്ക്വയർ എനിക്ക് കാണണം. ഞാൻ എന്താ ചെയ്യാ? സിമ്പിൾ കാര്യമാണ്. 2ന്റെ സ്ക്വയർ എത്രയാണ്? 2ന്റെ സ്ക്വയർ 4 ആണ്. ഇവിടെ ഒരു 0 ആണെങ്കിൽ ഞാൻ എത്ര 0 ഇടും? 2 0 ഇടും അല്ലെ. ഇനി അടുത്തത് മിസ്സിന് കാണേണ്ട അടുത്ത കാര്യം 300ന്റെ സ്ക്വയർ കാണണം. വലിയ സംഖ്യയാണ് അല്ലെ, പ്രശ്നക്കാരനൊന്നുമല്ല. അതായത് നമ്മൾ എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ 3ന്റെ സ്ക്വയർ ഇടും. 3ന്റെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. ഇവിടെ 2 0 ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ എത്ര 0 ഇടും? 4 0 ഇടും. അപ്പൊ ഇതിന്റെ ഡബിൾ 0 ഇടുന്നു, ബാക്കി നമ്പറിന്റെ ജസ്റ്റ് സ്ക്വയർ എഴുതി കൊടുക്കുന്നു. അങ്ങനെയാണ് 0 അവസാനം വരുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ കാണുക. അപ്പൊ ഈ 2 കാര്യങ്ങൾ എന്റെ മക്കൾ എന്തായാലും പഠിച്ചിരിക്കണം. ആദ്യത്തെ ചാപ്റ്റർ നിങ്ങളുടെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം പഠിക്കുന്ന കാര്യം ഇതായിരിക്കും. ഇതിനെ കുറിച്ചായിരിക്കും മിസ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ബാക്കിയായിട്ട് വേറെ 3ാമത്തെ ചാപ്റ്ററും ഇതിന്റെ ബാക്കിയായിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പൊ ആ 2 ചാപ്റ്റേഴ്സും പഠിക്കണമെങ്കിൽ ഈ 2 കാര്യം നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് കേട്ടോ. ദെൻ അടുത്ത നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ട്രയാങ്കിൾസിനെ കുറിച്ചാണ്. ട്രയാങ്കിൾസിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതിന് എത്ര സൈഡ്സ് ഉണ്ട്? 3 സൈഡ്സ് ഉണ്ട് ട്രയാങ്കിളിന്. അതുപോലെ ഇതിന്റെ 3 ആംഗിൾസ് കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഇത് അറിയുന്ന കാര്യമല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അല്ലെ. അതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 2 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ. നോക്ക്, 2 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെ പറയുന്ന പേരെന്താണ്? 2 സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാങ്കിളിനെ പറയുന്ന പേരാണ് സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസ്ലസ് ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യമാണ്, ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മിസ് പറയുന്നത്. ഇനി അറിയില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് 7ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് മറച്ചു നോക്കിയാൽ മതി, അതിലെല്ലാം ഉണ്ട്. അപ്പൊ ഇതെന്താണ്? ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ് 2 സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതുപോലെ ഇതിന്റെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും കേട്ടോ. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ദിവനും ഈക്വൽ ആയിരിക്കും. ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇവനും 30 ഡിഗ്രി തന്നെയായിരിക്കും. അപ്പൊ ഇതാണ് എന്ത്? ഐസോസ്ലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത്. ഇനി അടുത്ത വേറൊരാളുണ്ട് വേറൊരാളുണ്ട്, അവനാണ് നമ്മളുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അതായത് 3 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം. ഇതും നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് എന്താണെന്നുള്ളത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അതുപോലെ ഇതിന്റെ ഓരോ ആംഗിൾസും എത്രയായിരിക്കും? 60 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ആംഗിൾസ് വരുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളും നിങ്ങൾ ട്രയാങ്കിൾസിന്റെ ഭാഗത്ത് എന്തായാലും എന്റെ മക്കൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ അടുത്തതിലേക്ക് പോകുമ്പോൾ നമുക്ക് അറിയേണ്ട ഫ്രാക്ഷൻസ് ആണ്, ഭിന്നസംഖ്യകളെ കുറിച്ചാണ്. ഫ്രാക്ഷൻസിനെ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. ഇനി ആരെങ്കിലും ഇത് അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മിസ് മാത്സ് ബേസിക്സ് എന്ന് പറഞ്ഞ ഒരു ലൈവ് തന്നെ എടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് നിങ്ങൾക്ക് ഫ്രാക്ഷനെ കുറിച്ചിട്ടാണ്. അപ്പൊ എന്ത് ചെയ്യുക? അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഫ്രാക്ഷൻസ് എങ്ങനെയാണ് കൂട്ടുക, ഗുണിക്കുക, ഹരിക്കുക. ദെൻ
കുറയ്ക്കുക എന്നുള്ളത്. ഓക്കെ, അത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പൊ ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുക്കുക. ഞാൻ ഒന്ന് ചെയ്തുതരാം. കൂട്ടം എങ്ങനെയായിരുന്നു? 1/3 + 1/2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവനെയും തമ്മിൽ ഗുണിക്കും അല്ലെ. ഇവനെ 1 × 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇനി ഇവനെയും ഗുണിക്കും. 3 × 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് മിസ് ഇവിടെയും പ്ലസ് ഇടുന്നു. ബൈ ഇവനെ രണ്ടാളെയും ഗുണിക്കും. 3 × 2 6 ആണ്. ദാറ്റ് ഈസ് 5/6 ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ ആയിട്ട് വരിക. അതുപോലെ നിങ്ങൾ ഇതിപ്പോ കൂട്ടാനാണ് മിസ് പറഞ്ഞത്, ഇതുപോലെ തന്നെ നിങ്ങൾ കുറയ്ക്കാനും പഠിക്കണം, ഗുണിക്കാനും പഠിക്കണം, അതുപോലെ ഹരിക്കാനും പഠിക്കണം. സോ മാത്സ് ബേസിക്സിന്റെ ക്ലാസ് ഒഴിവാക്കരുത്. ലൈവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് മുകളിൽ തന്നെ ആയിട്ട് കാണാൻ പറ്റും. മാത്സ് ബേസിക്സ് എന്ന് പറഞ്ഞ മിസ്സിന്റെ ഒരു ലൈവ് ഉണ്ട്, അതൊന്ന് എടുത്ത് കാണാം. ഡോണ്ട് വറി. ഓക്കെ, ദെൻ അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ്. ഓക്കെ, നെഗറ്റീവ് നമ്പർ, അതായത് ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും വരുമ്പം എങ്ങനെയാണ് ഗുണിക്കുക ഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അതിൽ വളരെ പ്രധാനപ്പെട്ട കുറഞ്ഞ കാര്യങ്ങൾ ഇത് മാത്രം മക്കളൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അതായത് -3 - 5 ഇതെങ്ങനെയാ ചെയ്യാ? ഒന്നുമില്ല അല്ലെ, നമ്മൾ എന്ത് ചെയ്യും? 5ഉം 3യും കൂടെ കൂട്ടും, എന്നിട്ടൊരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് -8 ആയിരിക്കും ആൻസർ. സിമ്പിൾ. ഇങ്ങനെയാണ് ഇത് ചെയ്യുക. ഒന്നാമത്തത് ഇവനാണ്. ഇനി അടുത്തത് -3 + 5. അതായത് 2 മൈനസ് വരുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. രണ്ടിനെയും കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? വലുതിന്ന് രണ്ടിനെയും കൂടെ കൂട്ടിയിട്ട് ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒന്ന് മൈനസും ഒന്ന് പ്ലസും ആയാൽ എന്താടാ ചെയ്യുക? ഒന്നുമില്ല കേട്ടോ. ഒരു മൈനസും ഒരു പ്ലസും വരികയാണെങ്കിൽ വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ മിസ് എന്ത് ചെയ്തു? വലുത് ആരാണ്? 5 ആണ്. ചെറുത് ആരാണ്? 3 ആണ്. 5ന്ന് 3 കുറച്ചു. വലുതിന്റെ ചിഹ്നം എന്താണ്? പ്ലസ് ആണ്. ദാറ്റ് ഈസ് +2 ആണ് വരിക. +2 എന്ന് പറഞ്ഞാല് 2 തന്നെയാണ് അല്ലെ. യെസ്, ഇതാണ് രണ്ടാമത്തെ ആള്. ദെൻ മൂന്നാമത്തെ ആള് എന്ന് പറയുന്നത് നോക്ക്, 3 - 8. നമ്മൾ സാധാരണ ഇതുവരെ പഠിച്ചത് എന്തായിരുന്നു? വലുതിന്ന് ചെറുതിനെ കുറയ്ക്കാനായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നോക്ക്, ചെറുതിന്ന് വലുതിനെ കുറയ്ക്കാൻ വന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല, എന്ത് ചെയ്താൽ മതി? നമ്മൾ സാധാ പോലെ കുറയ്ക്കുക. വലുതിന്ന് ചെറുതിനെ കുറച്ചു. 8 - 3 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുത്തു. ദെൻ -5 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ? ദെൻ അടുത്തു അതുപോലെ തന്നെ 3 - -8. അങ്ങനെ 2 മൈനസ് അടുത്ത് വന്നാൽ എന്താ ചെയ്യുക? ഒന്നുമില്ല, അത് പൊട്ടിപ്പോയിട്ട് പ്ലസ് ആയിട്ട് മാറും കേട്ടോ. 2 മൈനസ് അടുത്ത് വന്നാൽ അത് പൊട്ടിപ്പോയിട്ട് പ്ലസ് ആയിട്ട് മാറും. അതായത് ഇതിന്റെ അർത്ഥം എന്താണ്? 3 + 8 എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 11 ആയിരിക്കും ആൻസർ. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ഈ കൂട്ടുന്നതിലും കുറയ്ക്കുന്നതിലും അഡീഷനിലും സബ്ട്രാക്ഷനിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള 4 കാര്യങ്ങൾ. 1, 2, 3 and 4. ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട 4 കാര്യങ്ങൾ കേട്ടോ. ഞങ്ങളുടെ അഡീഷനിലും സബ്ട്രാക്ഷനിലും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട 4 എന്ന് പറയുന്നത് ഇവന്മാരാണ്. ഇതെന്തായാലും പഠിച്ചു വെച്ചേ. മൈനസ് വരുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മൈനസും പ്ലസ് കൂടെ വന്നാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ചെറുതിന്ന് വലുത് കുറയ്ക്കാൻ വന്നാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 2 മൈനസ് അടുത്ത് വന്നാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് കുറെ എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും പഠിച്ചു. ഇനി അതിൽ എന്താ ഉണ്ടാവുക? നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വരുന്നുണ്ട് അല്ലെ. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വരുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും ചെയ്യുക? ഒരു പ്രശ്നവുമില്ല. 2 നെഗറ്റീവ് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ -3 × -2 നമുക്ക് എന്താ കിട്ടുക? പോസിറ്റീവ് നമ്പറാ കിട്ടുക. 3 × 2 6 ആണ്. പോസിറ്റീവ് 6 ആയിരിക്കും. ഇനി 2 പോസിറ്റീവ് നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് തന്നെയാണ്? ഒരു പോസിറ്റീവ് നമ്പർ 6 തന്നെയാണ് കിട്ടുക അല്ലെ. ഇനി അടുത്തത് ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാണ്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും കിട്ടുക? ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂനസംഖ്യ ആയിരിക്കും കിട്ടുക. 3 × 2 6 ആണ്. -6 ആയിരിക്കും ആൻസർ. സോ ഒരേ സൈനുള്ള സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് പോസിറ്റീവ് നമ്പറാണ് കിട്ടുന്നത്. ദെൻ ഡിഫറെന്റ് സൈനുള്ള ഡിഫറെന്റ് ചിഹ്നങ്ങളുള്ള നമ്പറുകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? മൈനസ് സൈനാ കിട്ടുക. ഇതൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഈ ഹരിക്കുന്നതും സെയിം തന്നെയാണ് കേട്ടോ. ഇനിയിപ്പം 10/2 എത്രയാണ്? 5 ആണ്. +10ഉം +2ഉം അല്ലെ. 2 പോസിറ്റീവ് നമ്പേഴ്സ് തമ്മിൽ ഹരിച്ചു. ഇനി 2 നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിൽ ഹരിച്ചു. അങ്ങനെയെങ്കിൽ എന്താണ്? അതും 5 തന്നെയാണ്. ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും തമ്മിൽ ഹരിച്ചു. അങ്ങനെയെങ്കിലോ -5 ആയിരിക്കും. ഓക്കെ, ഈ കാര്യങ്ങളാണ്. ഇതാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്? നമ്മളുടെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷനിൽ പഠിക്കാനുള്ള 2 കാര്യങ്ങൾ. മക്കളെ, ഈ കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ന്യൂനസംഖ്യകളെ കുറിച്ച് പിന്നെ പേടിക്കന്നെ വേണ്ട. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഓൾജിബ്ര, ബീജഗണിതാണ്. ഇതിനെ കുറിച്ച് നിങ്ങൾ നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കണം. അതായത് ഇത്രയേ ഉള്ളൂ. x + 4 = 6 എന്ന് തന്നു. എന്നിട്ട് ഇവർ ചോദിക്കും x എത്രേ?
ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല, എക്സ് എത്രയാന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ +4 അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി അല്ലെ. അതായത് എക്സിനെ മാത്രം ഇവിടെ വെക്കുക, +4 6ന്റെ അടുത്തോട്ട് കൊണ്ടുപോവുക അല്ലെ. +4 6ന്റെ അടുത്തോട്ട് പോകുമ്പോൾ വെറുതെ അങ്ങനെ ആയിട്ട് പോകുന്നില്ല. എന്തായിരിക്കും? +4 ഇങ്ങോട്ട് പോകുമ്പോൾ -4 ആവുകയാണ് ചെയ്യുക. അതായത് 6 - 4 2 ആയിരിക്കും ആൻസർ. x = 2 ആയിരിക്കും. ഇനിയിപ്പോ വേറൊന്ന്, x - 2 = 8 ആണ്. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ചു x എത്ര? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഈ -2 എന്ത് ചെയ്യണം? ഇവിടേക്ക് തട്ടിക്കളയണം അല്ലെ, ഒഴിവാക്കണം. അപ്പൊ ഞാൻ പറയാണ് x = എന്തായിരിക്കും വരിക? ഈ -2 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആയിട്ടാണ് മാറുക. അതായത് 8 + 2 ആയിരിക്കും. ദാറ്റ് ഈസ് 10 ആയിരിക്കും ആൻസർ. ഓക്കെ, ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നോക്കാം. യെസ്, 3 × x. 3 × x-നെ 3 ഗുണിക്കണം എന്ന് എഴുതൂല അല്ലെ, ഓൾജിബ്രയില് 3x എന്നാണ് എഴുതുക. 3x = 12 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കാണണം? x കാണണം. എങ്ങനെയായിരിക്കും ചെയ്യാ? ഈ 3നെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി അല്ലെ. ദാറ്റ് ഈസ് x = എന്തായിരിക്കും വരാന്നറിയോ? ഈ 3നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത്, യെസ്, 3നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഒന്നുമില്ല, 3നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഗുണിക്കണം 3 അല്ലേ, ഇത് മൾട്ടിപ്ലൈഡ് ബൈ 3 അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരുമ്പം ഹരിക്കണമാവും. 12/3 ആയിരിക്കും, 4 ആയിരിക്കും നമുക്ക് ആൻസർ. സിമ്പിൾ. ഇനി അതുപോലെ ഹരിക്കണമാണെങ്കിൽ നോക്ക്, ഹരിക്കണം എന്നാണ്. x/4 = 8 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കാണണം? x എത്രയാന്ന് കാണണം. നമ്മൾ എന്താ ചെയ്യുക? ഈ ഹരിക്കണം 4നെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകണം. എന്താ സംഭവിക്കുക? ഹരിക്കണം 4നെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ഒരു പണിയുമില്ല. എന്താന്ന് വെച്ചാൽ x = 8 ഹരിക്കണമാണെങ്കിൽ × 4 ആയിരിക്കും. ഓക്കെ, എത്രയായിരിക്കും വരിക? 32 അല്ലെ. 32 ആയിരിക്കും x എന്ന് പറയാ. അപ്പൊ ഈ കാര്യം എന്റെ മക്കൾ നല്ലോണം അറിഞ്ഞിരിക്കണം. അതായത് ഓൾജിബ്രയിൽ നമുക്ക് എന്താണ്? നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ് അല്ലെ ചെയ്യുക. അപ്പൊ ഒരു =ന്റെ അടുത്തുനിന്ന് പ്ലസിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? മൈനസ് ആവും. മൈനസിനെ =ന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആവും. ഗുണിക്കണം എന്താവും? ഹരിക്കണം എന്നാവും. ഹരിക്കണം എന്നുള്ളത് എന്താവും? ഗുണിക്കണം എന്നാവും. ഈ കാര്യം നല്ലോണം എന്റെ മക്കൾക്ക് അറിഞ്ഞിരിക്കണേ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലോണം 7th പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. എവിടെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ 7th ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്തിട്ട് ഒന്നുകൂടെ റെഫർ ഒക്കെ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ബേസിക്സ് മുതലേ 8ാം ക്ലാസ് പഠിക്കണം. എനിക്ക് വെറുതെ സ്കൂളത്തെ ക്ലാസ് കേട്ടാ പോരാ, എനിക്ക് ബേസിക്സ് മുതലേ പഠിച്ചു തുടങ്ങണം. ബേസിക്സ് അറിഞ്ഞാലേ എനിക്ക് പഠിക്കാൻ പറ്റൂന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്തോട്ടോ. നമുക്ക് ബേസിക്സ് മുതൽ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പഠിക്കാം. അപ്പൊ ഇപ്പൊ ഒരു ഓഫർ നടക്കുന്നുണ്ട്. 399 ബാച്ചിന് നിങ്ങൾക്ക് 299 ആണ്. 399 ബാച്ച് 299 ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഡോണ്ട് മിസ് ഇറ്റ്, വേഗം ജോയിൻ ചെയ്തോ. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കാണാം. ആ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഓടിപ്പോയിട്ട് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ആ ഒരു ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ വിളിക്കും. ദെൻ ഡോണ്ട് വറി, ബാക്കിയൊക്കെ സെറ്റാണ്, ബാക്കിയൊക്കെ ഇവിടെ റെഡിയാണ്. ദെൻ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.